ഹായ് ഹലോ. ഞാനത് നിൽക്കുന്നത് അമ്പൂരി ബ്രിഡ്ജാണ്. അമ്പൂരി ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ ട്രിവാൻഡ്രം ആണ് ലൊക്കേഷൻ വരുന്നത്. ട്രിവാൻഡ്രത്ത് നിന്ന് 1.5 മണിക്കൂർ യാത്ര വരുന്നുണ്ട്. ട്രിവാൻഡ്രം കാട്ടാക്കട ജംഗ്ഷനിൽ നിന്നിട്ട് 25 മിനിറ്റ് വരുന്നുണ്ട് അമ്പൂരി ബ്രിഡ്ജിലോട്ട് വരാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ ഇന്നെല്ലാവരും കൂടെ അമ്പൂരി ബ്രിഡ്ജ് കാണാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അതിനുള്ളിൽ വെള്ളച്ചാട്ടം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അങ്ങോട്ടും പോകണം. അങ്ങനെ നേരെ ഞങ്ങൾ വന്ന് ആദ്യം അമ്പൂരി ബ്രിഡ്ജിലാണ്. ഈ പാലത്തിൻ്റെ മേലെ നിന്നിട്ട് 2 സൈഡിലോട്ടും വ്യൂ ആസ്വദിക്കാൻ ഭയങ്കര ഭംഗിയാട്ടോ. ഒരുപാട് നാളിന് ശേഷം ഞാൻ ഇങ്ങനത്തെ ഒരു വൈബ് ആസ്വദിക്കുന്നത്. അവിടെ നിന്നിട്ട് അടുത്ത് തട്ടുകടയുണ്ട്, അവിടെ നിന്ന് ഞാൻ പഴംപൊരി മേടിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങളെല്ലാം പഴംപൊരി മേടിച്ച് കഴിച്ചു, ചായ കുടിച്ചു. പിന്നെ കുറച്ച് അമ്മൂമ്മമാരുണ്ടായിരുന്നു അവിടെ, അവരൊക്കെ കമ്പനി അടിച്ചു. ഒരു അമ്മൂമ്മയായിട്ട് ഇരിപ്പുണ്ടായിരുന്നു. അമ്മൂമ്മയ്ക്ക് നമ്മൾ ചായയും പഴംപൊരിയും വാങ്ങിച്ചു കൊടുത്തു. അമ്മൂമ്മ ഒന്ന് സോപ്പിടെടുത്ത് കാര്യങ്ങളൊക്കെ കുറച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ നമ്മൾ ചായ കുടിച്ചു, പഴംപൊരി കഴിച്ചു. പഴംപൊരി എന്ന് പറയുന്നത് നമ്മുടെ ഫിലിമിലെ കോമഡി പറയും പോലെ രതീഷ് ഉണരു അങ്ങനെ ഉറങ്ങി മരിച്ചൊരു പഴംപൊരി ആയിരുന്നു. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല പഴുത്ത പഴം കൊണ്ട് ഉണ്ടാക്കിയെന്ന് അപ്പം പറഞ്ഞത്. അങ്ങനെ അതൊക്കെ വാങ്ങിച്ച് കഴിച്ചു. പാലത്തിന് മേലെ ഇരുന്നു, അവിടുത്തെ നല്ല വൈബ് ആസ്വദിച്ചു. പാലത്തിൽ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു, എൻജോയ് ചെയ്തു. അവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ കാണാൻ പറ്റും രണ്ട് സൈഡും വന്നിട്ട് നല്ല മലയാണ്. ഫുൾ നല്ല ഹൈറ്റിൽ മല കാണാൻ പറ്റുന്നുണ്ട്. ഒരു സൈഡിൽ നെയ്യാർ ഡാമിലെ ഒഴുക്ക് പോകുന്നുണ്ട്. ഒരു ഭാഗത്ത് എവിടെയെന്ന് എനിക്കറിയില്ല, 2 ഭാഗത്തുണ്ടായിരുന്നു. അവിടെ നിന്ന് ഞങ്ങൾ ചായ കുടിച്ചു. അവിടെ വരുമ്പോഴേ കയറേണ്ട കാര്യമുണ്ട് കേട്ടോ. വലിയ കാറൊന്നും വരത്തില്ല, ബൈക്ക്, ഓട്ടോറിക്ഷ അങ്ങനത്തെയൊക്കെ വരത്തുള്ളൂ. അതൊക്കെ ഒന്ന് കയറിയണം കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പാലം കടന്ന് ഇപ്പുറത്തോട്ട് വന്നു, ചായ കുടിച്ചു. അവിടെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ട് അവിടെ അപ്പം പറഞ്ഞു ഉള്ളിലോട്ട് പോയി കഴിഞ്ഞാൽ വെള്ളച്ചാട്ടം ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ വെള്ളച്ചാട്ടം കാണാൻ വേണ്ടിയിട്ട് ആ ബൈക്കൊക്കെ ഇരുന്ന ഭാഗത്തൂടെ മേലെ കയറണം കേട്ടോ. ഒരു കാടിനുള്ളിലാണ്. ഞങ്ങൾ അവിടെ നിന്ന് കയറി കുറച്ച് നടന്നു. റബ്ബറും മരങ്ങളും നല്ലൊരു നാച്ചുറൽ ഭംഗിയുണ്ടായിരുന്നു. എല്ലാം നമ്മൾ ആസ്വദിച്ചു, എൻജോയ് ചെയ്തു. അവിടെ നിന്ന് നടന്ന് ഉള്ളോട്ട് വന്നപ്പോൾ ഒരു 100 മീറ്റർ ഉള്ളോട്ട് വരണം കേട്ടോ. അപ്പോൾ 2 സൈഡ് മൊത്തവും ചെടികളും പുല്ലൊക്കെ കൊണ്ട് ഇങ്ങനെ നിറഞ്ഞിരിപ്പുണ്ടായിരുന്നു. അവിടെ നേരെ നടന്ന് അതിനുള്ളിലൂടെ എസ്കേപ്പായി ഉള്ളോട്ട് വന്നപ്പോൾ നല്ല മുളയൊക്കെ എല്ലാം ആഴ്ന്ന് കിടപ്പുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ നോക്കുമ്പം ആ ഒരു വാട്ടർഫോൾസ് കാണുന്നുണ്ടായിരുന്നു. അതെല്ലാം കണ്ടുള്ളിലോട്ട് വന്നപ്പോൾ 2 പേര് നടന്നു. അത് ആരപ്പാന്നും പറഞ്ഞ് നോക്കിയപ്പോൾ ആരാത് നിങ്ങളെല്ലാം നോക്കിക്കേ ആരാ വരുന്നതെന്ന്. 2 പേരിങ്ങനെ മെല്ലെ നടന്നു വരുവാ. നോക്കിയപ്പോഴോ ആരാ 2 മദാമ്മമാർ വരുന്നുണ്ടായിരുന്നു. ഞാൻ നോക്കിയപ്പോൾ നമ്മുടെ ഇവിടെയും വലിയൊരു ടൂറിസ്റ്റ് പ്ലേസ് ആയോ എന്നൊരു ആശ്ചര്യത്തോടെ ഞാനിങ്ങനെ നോക്കി. അവരെ തന്നെ ഫോക്കസ് ചെയ്ത്, അവരറിയാണ്ട് ഞാനും അനിയത്തിയും കൂടെ അവരെ ഫോക്കസ് ചെയ്ത് പിടിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അവർ നമ്മളെ കണ്ട് സ്മൈൽ ചെയ്തു, ചിരിച്ചു, അങ്ങ് മേലെ പോയി. അവർ പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരെ ഫോളോ ചെയ്ത് ഞാനും കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. അത് നോക്കിയപ്പോൾ കണ്ടത് ആ കാണുന്നതാണ് വെള്ളച്ചാട്ടം. അങ്ങ് ഉള്ളിലോട്ട് കയറണം കേട്ടോ. അങ്ങ് മേലെ അവരൊക്കെ നിൽക്കുന്ന ഭാഗത്തോട്ട് വന്നിട്ടാണ് നല്ല വെള്ളച്ചാട്ടം വരുന്നത്. ഞാനും അനിയത്തിയെല്ലാം കൂടെ എൻജോയ് ചെയ്യാൻ വേണ്ടി തന്നെ ഇറങ്ങിയിട്ട് മോനെ കൊണ്ട് വെള്ളത്തിലൊക്കെ കളിപ്പിച്ചു കേട്ടോ. ആ കാണുന്ന നല്ല നാച്ചുറൽ, നല്ല ഒരു ഇതുപോലെ ഇല്ലാതെ നല്ല പ്യുവർ വാട്ടറാണ് വരുന്നത്. നല്ല മേലെ ഫുൾ മലയിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളം ഇത് വന്നിട്ട് അല്ല വേറെ വേസ്റ്റും കാര്യങ്ങളൊന്നുമില്ല. ഭയങ്കര ക്ലീനും കാര്യങ്ങളും കേട്ടോ. അവിടെ മീൻസ് നമ്മുടെ വേറെ അങ്ങനെ ആൾക്കാരും പോകത്തില്ലല്ലോ, ആളൊക്കെ കുറവല്ലേ. പിന്നെ അവിടെ കിടപ്പുണ്ടായിരുന്നു എന്താണെന്നറിയുമോ, ബിയർ കുപ്പി ഉണ്ടായിരുന്നു. കള്ളു കുടിച്ചിട്ടൊക്കെ കിട്ടുന്ന പിള്ളേരൊക്കെ വരുന്നുണ്ടെന്ന് തോന്നുന്നു നൈറ്റ് ടൈമിലൊക്കെ, എന്നാന്ന് അറിയത്തില്ല. അത് മാത്രം പക്ഷെ സേഫായിട്ട് പോയിട്ട് വരാം കേട്ടോ. വേറെ ഡിസ്റ്റർബും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ അവിടുത്തെ ഒരു കാറ്റും ആ ഒരു വെള്ളത്തിൻ്റെ ഒച്ചയും അതെല്ലാം കൂടെ ഭയങ്കര ഒരു നാച്ചുറാലിറ്റി ഉണ്ടായിരുന്നു. കിളികളുടെ ഒച്ച ഉണ്ടായിരുന്നു. ഞാൻ ആ വോയിസൊക്കെ ഞാൻ ഇടുന്നുണ്ട്. അങ്ങനെ ആസ്വദിച്ച് കുറച്ച് പിള്ളേർ മേലെ ഉണ്ടായിരുന്നു. അത് പോയി ശേഷം മേലെ കയറാൻ പ്ലാൻ ചെയ്ത് വെച്ചേക്കുമായിരുന്നു. അങ്ങനെ പിള്ളേരൊക്കെ പോയി. ഞങ്ങൾ കയറാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കയറി. ആ പാറയുടെ മേലെ കൂടെ വലിഞ്ഞു കയറണം. എൻ്റെ പഠിച്ചോനെ എന്നാ പാടായെന്നറിയോ. അങ്ങനെ മേലെ കയറി അവരെ കൊണ്ട് ഞാനത്ര ഹായൊക്കെ പറയിപ്പിച്ചു. എൻ്റെ യൂട്യൂബല്ലേ ഇരിക്കട്ടെ, ഫസ്റ്റ് വ്ളോഗാണ് ചെയ്യുന്നത് ഞാൻ. അപ്പം കൂടെ അവരെ കൊണ്ട് ഒരു ഹായൊക്കെ പറയിച്ചു. ഞാൻ എങ്ങനെ ഉണ്ടെന്നൊക്കെ ചോദിച്ചു കേട്ടോ. അവർക്ക് ഭയങ്കര ഹാപ്പി, അവർക്ക് ഇഷ്ടപ്പെട്ടു, നാച്ചുറൽ വൈബ് എന്നൊക്കെ പറഞ്ഞായിരുന്നു എന്നോട്. അങ്ങനെ അവർ എൻജോയ് ചെയ്തു എന്ന് പറഞ്ഞു. ഒരു 10 മിനിറ്റ് മേലെ ഉണ്ടായിരുന്നുള്ളൂ. അവർ ഉടനെ പോയട്ടോ. അവർ പറഞ്ഞു വേറെ എവിടെയൊക്കെ പോകാനുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അവരെ ഇറങ്ങി.
പക്ഷെ നമുക്ക് ചെരുപ്പ് എപ്പോഴും കയ്യിൽ സേഫ് വെച്ചേക്കണം. നടന്ന് ചെരുപ്പിട്ട് പോയിക്കാൻ വഴുക്കി വീഴാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ചെരുപ്പൊക്കെ ഊരി മാറ്റിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാനും മോനും കൂടെ വെള്ളത്തിൽ കളിച്ചു, എൻജോയ് ചെയ്തു. എല്ലാവർക്കും ഭയങ്കര ഹാപ്പി ആയിട്ടോ. ഇത് ആ കാണുന്നത് ഞാനിപ്പോൾ നടന്ന് കയറുന്നത് ഏറ്റവും മേലെ ഭാഗത്താണ്. ഇനിയും ഇതിൻ്റെ മേലെ കയറാൻ പറ്റും, പക്ഷേ എനിക്ക് അങ്ങോട്ട് കയറാനുള്ള ആ കപ്പാസിറ്റി എനിക്ക് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ അവിടെ തന്നെ സ്റ്റോപ്പ് ചെയ്തു. അവിടെ നിന്ന് കുറച്ച് എൻജോയ് ചെയ്ത ശേഷം ഞാൻ നിൽക്കുന്നതിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് നല്ല ആഴമുണ്ട്. അങ്ങോട്ടേക്ക് ആരും മാക്സിമം ഉള്ളിലോട്ട് താഴെ നിൽക്കാൻ വേണ്ടി ശ്രമിക്കരുത്. മാക്സിമം പാറയിൽ തന്നെ നിൽക്കാൻ ശ്രമിക്കണം. അവിടെ എല്ലാവരും എൻജോയ് ചെയ്തു. ഞങ്ങൾക്ക് ഇഷ്ടമായി, ഹാപ്പിയായി. ഭയങ്കര നാച്ചുറലിറ്റി. ആരെങ്കിലും പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോകാണ്ടിരിക്കരുത്. ഭയങ്കര നാച്ചുറൽ ഭംഗിയാണ് കേട്ടോ. നമുക്ക് വേറെ അലർജിയും കാര്യങ്ങളും അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല. കാരണം നമ്മളിങ്ങനെ മേലെ നിന്ന് ഒഴുകി വരുന്ന വെള്ളം തങ്ങി നിൽക്കുന്നില്ല, ഒഴുകി പോകുന്നത്. അപ്പോൾ നമുക്ക് വേറെ സൈഡ് എഫക്റ്റും കാര്യങ്ങളും അലർജി അങ്ങനെയൊന്നും വരത്തില്ല. അതൊക്കെ 100% സേഫാണ്. വേറെ ഹാപ്പി ആയിട്ട് എല്ലാവർക്കും എൻജോയ് ചെയ്യാം. ഒരുപാട് നാളിന് ശേഷമാണ് ഞാൻ ഇങ്ങനത്തെ ഒരു വൈബ് ആസ്വദിക്കുന്നത്. അപ്പം ഇനി പോകാൻ ആഗ്രഹിക്കുന്നവർ മറക്കാണ്ട് തന്നെ പോകണം. ഇത് വന്നിട്ട് ട്രിവാൻഡ്രം ആണ് വരുന്നത് ലൊക്കേഷൻ. ട്രിവാൻഡ്രം കാട്ടക്കട അമ്പൂരിയാണ് കറക്റ്റ് പ്രോപ്പർ പ്ലേസ് എന്ന് പറയുന്നത്. ഇനി ആർക്കെങ്കിലും പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പോകണം, എൻജോയ് ചെയ്യണം, നാച്ചുറാലിറ്റി ആസ്വദിച്ചിട്ട് വരണം. ഓക്കെ, ബൈ. എൻ്റെ ഈ പുതിയ യൂട്യൂബ് ചാനലാണ്. എല്ലാം സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ മറക്കരുത്, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. ഹായ്, ഹലോ. ഞാനത് നിൽക്കുന്നത് അമ്പൂരി ബ്രിഡ്ജാണ്. അമ്പൂരി ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ ട്രിവാൻഡ്രം ആണ് ലൊക്കേഷൻ വരുന്നത്. ട്രിവാൻഡ്രത്ത് നിന്ന് 1.5 മണിക്കൂർ യാത്ര വരുന്നുണ്ട്. ട്രിവാൻഡ്രം കാട്ടാക്കട ജംഗ്ഷനിൽ നിന്നിട്ട് 25 മിനിറ്റ് വരുന്നുണ്ട് അമ്പൂരി ബ്രിഡ്ജിലോട്ട് വരാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ ഇന്നെല്ലാവരും കൂടെ അമ്പൂരി ബ്രിഡ്ജ് കാണാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അതിനുള്ളിൽ വെള്ളച്ചാട്ടം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അങ്ങോട്ടും പോകണം. അങ്ങനെ നേരെ ഞങ്ങൾ വന്ന് ആദ്യം അമ്പൂരി ബ്രിഡ്ജിലാണ്. ഈ പാലത്തിൻ്റെ മേലെ നിന്നിട്ട് 2 സൈഡിലോട്ടും വ്യൂ ആസ്വദിക്കാൻ ഭയങ്കര ഭംഗിയാട്ടോ. ഒരുപാട് നാളിന് ശേഷം ഞാൻ ഇങ്ങനത്തെ ഒരു വൈബ് ആസ്വദിക്കുന്നത്. അവിടെ നിന്നിട്ട് അടുത്ത തട്ടുകടയുണ്ട്, അവിടെ നിന്ന് ഞാൻ പഴംപൊരി മേടിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങളെല്ലാം പഴംപൊരി മേടിച്ച് കഴിച്ചു, ചായ കുടിച്ചു. പിന്നെ കുറച്ച് അമ്മൂമ്മമാരുണ്ടായിരുന്നു അവിടെ, അവരൊക്കെ കമ്പനി അടിച്ചു. ഒരു അമ്മൂമ്മയായിട്ട് ഇരിപ്പുണ്ടായിരുന്നു. അമ്മൂമ്മയ്ക്ക് നമ്മൾ ചായയും പഴംപൊരിയും വാങ്ങിച്ചു കൊടുത്തു. അമ്മൂമ്മ ഒന്ന് സോപ്പിടെടുത്ത് കാര്യങ്ങളൊക്കെ കുറച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ നമ്മൾ ചായ കുടിച്ചു, പഴംപൊരി കഴിച്ചു. പഴംപൊരി എന്ന് പറയുന്നത് നമ്മുടെ ഫിലിമിലെ കോമഡി പറയും പോലെ രതീഷ് ഉണരു അങ്ങനെ ഉറങ്ങി മരിച്ചൊരു പഴംപൊരി ആയിരുന്നു. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല പഴുത്ത പഴം കൊണ്ട് ഉണ്ടാക്കിയെന്ന് അപ്പം പറഞ്ഞത്. അങ്ങനെ അതൊക്കെ വാങ്ങിച്ച് കഴിച്ചു. പാലത്തിൻ്റെ മേലെ ഇരുന്നു, അവിടുത്തെ നല്ല വൈബ് ആസ്വദിച്ചു. പാലത്തിൽ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു, എൻജോയ് ചെയ്തു. അവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ കാണാൻ പറ്റും രണ്ട് സൈഡും വന്നിട്ട് നല്ല മലയാണ്. ഫുൾ നല്ല ഹൈറ്റിൽ മല കാണാൻ പറ്റുന്നുണ്ട്. ഒരു സൈഡിൽ നെയ്യാർ ഡാമിലെ ഒഴുക്ക് പോകുന്നുണ്ട്. ഒരു ഭാഗത്ത് എവിടെയെന്ന് എനിക്കറിയില്ല, 2 ഭാഗത്തുണ്ടായിരുന്നു. അവിടെ നിന്ന് ഞങ്ങൾ ചായ കുടിച്ചു. അവിടെ വരുമ്പോഴേ കയറേണ്ട കാര്യമുണ്ട് കേട്ടോ. വലിയ കാറൊന്നും വരത്തില്ല, ബൈക്ക്, ഓട്ടോറിക്ഷ അങ്ങനത്തെയൊക്കെ വരത്തുള്ളൂ. അതൊക്കെ ഒന്ന് കയറിയണം കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പാലം കടന്ന് ഇപ്പുറത്തോട്ട് വന്നു, ചായ കുടിച്ചു. അവിടെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ട് അവിടെ അപ്പം പറഞ്ഞു ഉള്ളിലോട്ട് പോയി കഴിഞ്ഞാൽ വെള്ളച്ചാട്ടം ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ വെള്ളച്ചാട്ടം കാണാൻ വേണ്ടിയിട്ട് ആ ബൈക്കൊക്കെ ഇരുന്ന ഭാഗത്തൂടെ മേലെ കയറണം കേട്ടോ. ഒരു കാടിനുള്ളിലാണ്. ഞങ്ങൾ അവിടെ നിന്ന് കയറി കുറച്ച് നടന്നു. റബ്ബറും മരങ്ങളും നല്ലൊരു നാച്ചുറൽ ഭംഗിയുണ്ടായിരുന്നു. എല്ലാം നമ്മൾ ആസ്വദിച്ചു, എൻജോയ് ചെയ്തു. അവിടെ നിന്ന് നടന്ന് ഉള്ളിലോട്ട് വന്നപ്പോൾ ഒരു 100 മീറ്റർ ഉള്ളോട്ട് വരണം കേട്ടോ. അപ്പോൾ 2 സൈഡ് മൊത്തവും ചെടികളും പുല്ലൊക്കെ കൊണ്ട് ഇങ്ങനെ നിറഞ്ഞിരിപ്പുണ്ടായിരുന്നു. അവിടെ നേരെ നടന്ന് അതിനുള്ളിലൂടെ എസ്കേപ്പായി ഉള്ളിലോട്ട് വന്നപ്പോൾ നല്ല മുളയൊക്കെ എല്ലാം ആഴ്ന്ന് കിടപ്പുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ നോക്കുമ്പം ആ ഒരു വാട്ടർഫോൾസ് കാണുന്നുണ്ടായിരുന്നു. അതെല്ലാം കണ്ട് ഉള്ളിലോട്ട് വന്നപ്പോൾ 2 പേര് നടന്നു. അത് ആരപ്പാന്നും പറഞ്ഞ് നോക്കിയപ്പോൾ ആരാത് നിങ്ങളെല്ലാം ആരാ വരുന്നതെന്ന്. 2 പേരിങ്ങനെ മെല്ലെ നടന്നു വരുവാ. നോക്കിയപ്പോഴോ ആരാ 2 മദാമ്മമാർ വരുന്നുണ്ടായിരുന്നു. നമുക്ക് പോഹോ നമ്മുടെ ഇവിടെയും വലിയൊരു ടൂറിസ്റ്റ് പ്ലേസ് ആയോ എന്നൊരു ആശ്ചര്യത്തോടെ ഞാനിങ്ങനെ നോക്കി. അവരെ തന്നെ ഫോക്കസ് ചെയ്ത്, അവരറിയാണ്ട് ഞാനും അനിയത്തിയും കൂടെ അവരെ ഫോക്കസ് ചെയ്ത് പിടിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അവർ നമ്മളെ കണ്ട് സ്മൈൽ ചെയ്തു, ചിരിച്ചു, അങ്ങ് മേലെ പോയി. അവർ പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരെ ഫോളോ ചെയ്ത് ഞാനും കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. അത് നോക്കിയപ്പോൾ കണ്ടത് ആ കാണുന്നതാണ് വെള്ളച്ചാട്ടം. അങ്ങ് ഉള്ളിലോട്ട് കയറണം കേട്ടോ. അങ്ങ് മേലെ അവരൊക്കെ നിൽക്കുന്ന ഭാഗത്തോട്ട് വന്നിട്ടാണ് നല്ല
ഏതാ വെള്ളച്ചാട്ടം വരുന്നത്. ഞാനും അനിയത്തിയെല്ലാം കൂടെ എൻജോയ് ചെയ്യാൻ വേണ്ടി തന്നെ ഇറങ്ങിയിട്ട് മോനെ കൊണ്ട് വെള്ളത്തിലൊക്കെ കളിപ്പിച്ചു കേട്ടോ. ആ കാണുന്ന നല്ല നാച്ചുറൽ, നല്ല ഒരു ഇതുപോലും ഇല്ലാത്ത നല്ല പ്യുവർ വാട്ടറാണ് വരുന്നത്. നല്ല മേലെ ഫുൾ മലയിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളം ഇത് വന്നിട്ട്. അല്ല വേറെ വേസ്റ്റും കാര്യങ്ങളൊന്നുമില്ല, ഭയങ്കര ക്ലീനും കാര്യങ്ങളാണ് കേട്ടോ അവിടെ. മീൻസ് നമ്മുടെ വേറെ അങ്ങനെ ആൾക്കാരും പോകത്തില്ലല്ലോ, ആളൊക്കെ കുറവല്ലേ. പിന്നെ അവിടെ കിടപ്പുണ്ടായിരുന്നു എന്താണെന്നറിയോ, ബിയർ കുപ്പി ഉണ്ടായിരുന്നു. കള്ളു കുടിച്ചിട്ടൊക്കെ കിട്ടുന്ന പിള്ളേരൊക്കെ വരുന്നുണ്ടെന്ന് തോന്നുന്നു നൈറ്റ് ടൈമിലൊക്കെ, എന്നാന്ന് അറിയത്തില്ല. അത് മാത്രം. പക്ഷെ സേഫായിട്ട് പോയിട്ട് വരാം കേട്ടോ, വേറെ ഡിസ്റ്റർബും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ അവിടുത്തെ ഒരു കാറ്റും ആ ഒരു വെള്ളത്തിൻ്റെ ഒച്ചയും അതെല്ലാം കൂടെ ഭയങ്കര ഒരു നാച്ചുറാലിറ്റി ഉണ്ടായിരുന്നു. കിളികളുടെ ഒച്ച ഉണ്ടായിരുന്നു. ഞാൻ ആ വോയിസൊക്കെ ഞാൻ ഇടുന്നുണ്ട്. അങ്ങനെ എന്നാ പറയാനാ, അങ്ങനെ അത് ആസ്വദിച്ച് കുറച്ച് പിള്ളേർ മേലെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അവർ പോയ ശേഷം മേലെ കയറാൻ പ്ലാൻ ചെയ്ത് വെച്ചേക്കുമായിരുന്നു. അങ്ങനെ ആ പിള്ളേരൊക്കെ പോയി, ഞങ്ങൾ മേലെ കയറാൻ വേണ്ടിയിട്ട് ഞങ്ങളെല്ലാം മേലെ കയറി. ആ പാറയുടെ മേലെ കൂടെ വലിഞ്ഞ് കയറണം. എൻ്റെ പടച്ചോനെ എന്നാ പാടായതെന്നറിയോ. അങ്ങനെ മേലെ കയറി അവരെ കൊണ്ട് ഞാനടുത്തൊരു ഹായൊക്കെ പറയിപ്പിച്ചു. എൻ്റെ ഒരു യൂട്യൂബല്ലേ ഇരിക്കട്ടെ, ഫസ്റ്റ് വ്ളോഗാണ് ചെയ്യുന്നത് ഞാൻ. അപ്പോൾ അതിൽ കൂടെ അവരെ കൊണ്ട് ഒരു ഹായൊക്കെ പറയിച്ചു. ഞാൻ എങ്ങനെ ഉണ്ടെന്നൊക്കെ ചോദിച്ചു കേട്ടോ. അവർക്ക് ഭയങ്കര ഹാപ്പി, അവർക്ക് ഇഷ്ടപ്പെട്ടു, നാച്ചുറൽ വൈബ് എന്നൊക്കെ പറഞ്ഞായിരുന്നു എന്നോട്. അങ്ങനെ അവർ എൻജോയ് ചെയ്തു എന്ന് പറഞ്ഞു. ഒരു 10 മിനിറ്റ് മേലെ ഉണ്ടായിരുന്നുള്ളൂ, അവർ ഉടനെ പോയട്ടോ. അവർ പറഞ്ഞു വേറെ എവിടെയൊക്കെ പോകാനുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അവരെ ഇറങ്ങി. പക്ഷെ നമുക്ക് ചെരുപ്പ് എപ്പോഴും കയ്യിൽ സേഫ് വെച്ചേക്കണം. നടന്ന് ചെരുപ്പിട്ട് പോയിക്കാൻ വഴുക്കി വീഴാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ചെരുപ്പൊക്കെ ഊരി മാറ്റിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാനും മോനും കൂടെ വെള്ളത്തിൽ കളിച്ചു, എൻജോയ് ചെയ്തു. എല്ലാവർക്കും ഭയങ്കര ഹാപ്പി ആയിട്ടോ. ഇത് ആ കാണുന്നത്, ഞാനിപ്പോൾ നടന്ന് കയറുന്നത് ഏറ്റവും മേലെ ഭാഗത്താണ്. ഇനിയും ഇതിൻ്റെ മേലെ കയറാൻ പറ്റും, എനിക്ക് അങ്ങോട്ട് കയറാനുള്ള ആ കപ്പാസിറ്റി എനിക്ക് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ അവിടെ തന്നെ സ്റ്റോപ്പ് ചെയ്തു. അവിടെ നിന്ന് കുറച്ച് എൻജോയ് ചെയ്ത ശേഷം ഞാൻ നിൽക്കുന്നതിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് നല്ല ആഴമുണ്ട്. അങ്ങോട്ടേക്ക് ആരും മാക്സിമം ഉള്ളിലോട്ട് താഴെ നിൽക്കാൻ വേണ്ടി ശ്രമിക്കരുത്. മാക്സിമം പാറയിൽ തന്നെ നിൽക്കാൻ ശ്രമിക്കണം. അവിടെ എല്ലാവരും എൻജോയ് ചെയ്തു, ഞങ്ങൾക്ക് ഇഷ്ടമായി, ഹാപ്പിയായി. ഭയങ്കര നാച്ചുറാലിറ്റി. ആരെങ്കിലും പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോകാണ്ടിരിക്കരുത്. ഭയങ്കര നാച്ചുറൽ ഭംഗിയാണ് കേട്ടോ. നമുക്ക് വേറെ അലർജിയും കാര്യങ്ങളും അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല. കാരണം നമ്മളിങ്ങനെ മേലെ നിന്ന് ഒഴുകി വരുന്ന വെള്ളം തങ്ങി നിൽക്കുന്നില്ല, ഒഴുകി പോകുന്നത്. അപ്പം നമുക്ക് വേറെ സൈഡ് എഫക്റ്റും കാര്യങ്ങളും അലർജി അങ്ങനെയൊന്നും വരത്തില്ല. അതൊക്കെ 100% സേഫാണ്. വേറെ ഹാപ്പി ആയിട്ട് എല്ലാവർക്കും എൻജോയ് ചെയ്യാം. ഒരുപാട് നാളിന് ശേഷമാണ് ഞാൻ ഇങ്ങനത്തെ ഒരു വൈബ് ആസ്വദിക്കുന്നത്. അപ്പം ഇനി പോകാൻ ആഗ്രഹിക്കുന്നവർ മറക്കാണ്ട് തന്നെ പോകണം. ഇത് വന്നിട്ട് ട്രിവാൻഡ്രം ആണ് വരുന്നത് ലൊക്കേഷൻ. ട്രിവാൻഡ്രം കാട്ടക്കട അമ്പൂരിയാണ് കറക്റ്റ് പ്രോപ്പർ പ്ലേസ് എന്ന് പറയുന്നത്. ഇനി ആർക്കെങ്കിലും പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പോകണം, എൻജോയ് ചെയ്യണം, നാച്ചുറാലിറ്റി ആസ്വദിച്ചിട്ട് വരണം. ഓക്കെ ബൈ. എൻ്റെ ഈ പുതിയ യൂട്യൂബ് ചാനലാണ്, എല്ലാം സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ മറക്കരുത്, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.